ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്യന്തം റെയറായ, സുന്ദരവും സൈലൻറ്റുമായ ഒരു എക്സോട്ടിക് പെറ്റിനെ കുറിച്ചാണ്. ചിഞ്ചില്ല. പുലിയുടെ വാൽ പോലുള്ള ഫ്ലഫി ടെയിൽ, അൺബിലീവബിൾ സോഫ്റ്റ് ഫർ, മനോഹരമായ കണ്ണുകൾ തുടങ്ങിയവയെല്ലാം ഇവയെ വേറിട്ടതാക്കുന്നു. ഹാംസ്റ്ററിനെ പോലെ തോന്നുമെങ്കിലും ഏറെ വ്യത്യസ്തതകളുള്ള വളരെ സ്പെഷ്യലായ പെറ്റാണ് ചിഞ്ചില്ല. ലോകത്തിലെ ഏറ്റവും സോഫ്റ്റ് ഫെറുള്ള ജീവി എന്ന വിശേഷണമുള്ള ജീവികളാണ് ചിഞ്ചില്ലകൾ. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മലയോരങ്ങളിലാണ് ചിഞ്ചിലകളെ ആദ്യമായി കണ്ടത്. പ്രത്യേകിച്ച് ആൻഡീസ് മലനിരകളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. ഇവയ്ക്ക് പൊതുവെ തണുത്ത അന്തരീക്ഷമാണ് ഇഷ്ടം. വൈൽഡ് ചിഞ്ചില്ലകൾ ഉരുണ്ട പാറക്കെട്ടുകൾക്കിടയിൽ കൂട്ടമായി ജീവിക്കും. ഇവയുടെ ശരീരവലുപ്പം ഏകദേശം 9 മുതൽ 15 ഇഞ്ച് വരെയാണ്. വാൽ കൂടി കൂട്ടിയാൽ ഏകദേശം 20 ഇഞ്ച് വരെ എത്തും. ഇവയുടെ ഫർ, അതായത് രോമങ്ങൾ, വളരെ ഡെൻസ് ആയതും വളരെ സോഫ്റ്റ് ആയതുമാണ്. ഇവയുടെ സ്കിൻ വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആണ്. അതിനാൽ തന്നെ ഹാർഡ് ഗ്രിപ്പിംഗ് പാടില്ല. സാധാരണയായി ചിഞ്ചിലകൾക്ക് ഗ്രേ നിറമാണ് കാണപ്പെടുന്നത്. പക്ഷേ പെറ്റ് ചിഞ്ചിലകളെ ബീച്ച്, വൈറ്റ്, ബ്ലാക്ക് നിറങ്ങളിലും കാണാൻ സാധിക്കും. ചിഞ്ചിലയുടെ പല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവയുടെ പല്ലുകൾ ആജീവനാന്തകാലത്തോളം വളർന്നുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ഇവയ്ക്ക് പല്ലുകൾ ചുരുക്കാൻ കഴിയും വിധത്തിൽ വുഡ് സ്റ്റിക്ക്, വുഡൻ ച്യൂ ടോയ്സ്, പ്യൂമിക് സ്റ്റോൺസ് തുടങ്ങിയ സുരക്ഷിതമായ വസ്തുക്കൾ അത്യന്തം ആവശ്യമാണ്. ഇത്തരം വസ്തുക്കളില്ലെങ്കിൽ പല്ലുകൾ കൂടുതലായി വളർന്ന് അവയ്ക്ക് വേദനയും ഭക്ഷണം കഴിക്കുന്നതിൽ പ്രശ്നങ്ങളും ഉണ്ടാകാം. ചിഞ്ചില്ലയ്ക്ക് വേണ്ടി എൻക്ലോഷർ തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവയ്ക്ക് ഉയരം കൂടിയ ഇരട്ടി നിലയുള്ള കൂടുകൾ വേണം. കാരണം ഇവയ്ക്ക് ജമ്പിംഗ്, റണ്ണിംഗ് തുടങ്ങിയവ വളരെ ഇഷ്ടമാണ്. 6 അടി വരെ ജമ്പ് ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. അതിശയകരമാം വിധം ക്വിക്ക് മൂവേഴ്സ് ആണിവർ. ഇവയ്ക്ക് തണുത്ത സ്ഥലങ്ങളാണ് വേണ്ടത്. കൂടുകളിൽ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസിനും 20 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ സെറ്റ് ചെയ്യാം. ഹോട്ട് ക്ലൈമറ്റിൽ ഇവയ്ക്ക് AC ആവശ്യമായി വരും. വുഡ് ഷേവിങ്സ്, പേപ്പേഴ്സ് തുടങ്ങിയവയെല്ലാം ബെഡിങ്ങിനായി യൂസ് ചെയ്യാം. ച്യൂ ടോയ്സ്, വീൽസ് തുടങ്ങിയ ടോയ്സ് കൂടുകളിൽ സെറ്റ് ചെയ്യണം. ചിഞ്ചില്ലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡസ്റ്റ് ബാത്ത്. ഇതാണ് ഇവയുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നത്. ബാത്തിങ്ങിനായി വെള്ളം ഉപയോഗിക്കരുത്. ഉയർന്ന ഗുണമേന്മയുള്ള ഹേ, പ്രത്യേകമായി തയ്യാറാക്കിയ പെല്ലറ്റ്സ് തുടങ്ങിയവയാണ് ചിഞ്ചില്ലകളുടെ പ്രധാന ആഹാരം. ഡ്രൈഡ് റോസ് ഹിപ്സ്, അതായത് റോസ് പൂവ് തളിരിൽ പൊട്ടിയ ശേഷം വീണ് കഴിഞ്ഞുണ്ടാകുന്ന വട്ടമായ പഴം പോലുള്ള ഭാഗം, ഓട്സ്, ഉണക്കമുന്തിരി തുടങ്ങിയവയെല്ലാം ട്രീറ്റായി നൽകാം.
ഇവ വളരെ കുറഞ്ഞ അളവിൽ ചില നേരങ്ങളിൽ മാത്രം നൽകാം. ഫ്രഷ് ആൻഡ് ഫിൽറ്റർ വാട്ടർ എപ്പോഴും ഇവയ്ക്ക് ലഭ്യമാക്കണം. ഇവയുടെ കുടലുകൾ വളരെ സെൻസിറ്റീവ് ആയതിനാൽ കൊഴുപ്പുള്ള ആഹാരം, പഞ്ചസാര നിറഞ്ഞ ആഹാരം എന്നിവ നൽകരുത്. ചിഞ്ചില്ല വളരെ ജെന്റിൽ ക്രിയേച്ചറാണ്, പക്ഷേ ഷൈ ആണ്. അതിനാൽ തന്നെ അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ശാന്തമായ പരിസരമാണ് ഇവർക്കിഷ്ടം. മനുഷ്യരുമായി വിശ്വാസം ലഭിച്ചാൽ മാത്രമേ ഇവ സ്നേഹത്തോടെ സമീപിക്കുകയുള്ളൂ. ഒറ്റയ്ക്കുള്ള ജീവിതം ഇവർക്കിഷ്ടമല്ല. അതിനാൽ പേരായി ഇവയെ വളർത്തുന്നതാണ് നല്ലത്. ഇവയെ പതിയെ വാത്സല്യത്തോടെ വേണം കൈകാര്യം ചെയ്യാൻ. ഇവയുടെ ചർമ്മം വളരെ മൃദുവാണ്. അതിനാൽ ഇവയുടെ വാലിൽ ഒരിക്കലും പിടിക്കരുത്. അത് അപകടകരമാണ്. ഇത് ഇവർക്ക് സ്ട്രെസ്സും ഇഞ്ചുറിയും ഉണ്ടാക്കും. മാത്രമല്ല ഫർ സ്ലിപ്പ്, അതായത് രോമം വളരെയധികം വിട്ടുപോകുക തുടങ്ങിയ പ്രതിരോധ രീതികളും ഉണ്ടാകും. ഇവയ്ക്ക് റെഗുലർ ബോഡി ചെക്കപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ടീത്ത് ഓവർഗ്രൗൺ, ഡയേറിയ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിഞ്ചില്ലയ്ക്ക് വലിയ കാതുകൾ, വലിയ ഉരുണ്ട കണ്ണുകൾ, ചെറിയ മൂക്ക്, വലിയ ഫ്ലഫി ടെയിൽ എന്നിങ്ങനെ മനോഹരമായ വ്യത്യസ്തതകളുണ്ട്. ഇവയുടെ ബോഡി ഷേപ്പ് സ്ക്യൂരലിനെ പോലെ ആയിരിക്കും. ചിഞ്ചിലയെ കാണുമ്പോൾ ചിലപ്പോൾ ഗിനിയ പിഗായി തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ചിഞ്ചിലകൾ ഗിനിയ പിഗിനേക്കാൾ സോഫ്റ്റ്, സൈലന്റ് ആൻഡ് ലോങ് ലിവിംഗ് പെറ്റാണ്. ചിഞ്ചില്ലയുടെ രോമം വളരെ കട്ടിയുള്ളതാണ്. മനുഷ്യരുടെ തലമുടിയിൽ ഫോളിക്കിൾസിൽ ഓരോ രോമങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ചിഞ്ചിലയ്ക്ക് ഓരോ ഫോളിക്കിൾസിലും 50 മുതൽ 80 ഹെയർസ് വരെ ഉണ്ടാകും. ഇവയുടെ മേറ്റിംഗ് സീസൺ സാധാരണയായി നവംബർ മുതൽ മെയ് വരെയാണ്. ഇവയുടെ ഗർഭകാലം ഏതാണ്ട് 111 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. 1 മുതൽ 2 കുഞ്ഞുങ്ങൾ വരെയാണ് സാധാരണഗതിയിൽ ലഭിക്കുന്നത്. ഇവ ജനിച്ച ഉടൻ തന്നെ നിറയെ രോമങ്ങളുണ്ടായിരിക്കും. കണ്ണുകളും തുറന്നിരിക്കും. പത്ത് മുതൽ 15 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. നല്ല കെയർ ചെയ്തു വളർത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഇവ 20 വർഷം വരെ ജീവിക്കും. അതിനാൽ ഇവയെ വളർത്തുന്നത് ഒരു വലിയ കമ്മിറ്റ്മെൻ്റ് ആണ്. ഇവ നോക്ടേണൽ ആണ്, അതായത് രാത്രിയിലാണ് ഇവ കൂടുതലായി സജീവമായിരിക്കുന്നത്. അതിനാൽ പകൽ സമയങ്ങളിൽ കൂടുതലും ഉറക്കമായിരിക്കും. ഇവയ്ക്ക് ചാടാനൊക്കെ വളരെ ഇഷ്ടമാണ്. അതിനാൽ തന്നെ ചാടി കൂടിന് പുറത്തു കടക്കാൻ ശ്രമിക്കും. കൂടുതൽ എസ്കേപ്പ് പ്രൂഫ് ആയിരിക്കണം. ചിഞ്ചില്ലകൾ എക്സോട്ടിക് പെറ്റ്സ് ആണെങ്കിലും നിലവിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ അനുമതിയും നിയമപരമായ രേഖകളും ആവശ്യമാണ്. അതിനാൽ വാങ്ങുമ്പോൾ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം.
ചിഞ്ചിലകൾ ഒരിക്കലും നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയുള്ള പെറ്റുകളല്ല. വളരെ ശ്രദ്ധയും കരുതലും നൽകി വളർത്തിയാൽ ഇവ ലോയൽ, കാം ആൻഡ് ലവബിൾ കമ്പാനിയൻ ആയിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.